വളരെ വിശദമായി തന്നെ സ്വാഗത ഭാഷണത്തിനകത്തും അധ്യക്ഷ ഭാഷണത്തിനകത്തും ഇന്ന് ഇതേ നിലയിലേക്ക് ഒരു മാർച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാജ്യവ്യാപകമായിക്കൊണ്ട് SFI വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധം നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്നുള്ളതാണ്. കഴിഞ്ഞ മാസമാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരം എന്നുള്ള നിലയിലേക്ക്, രാജ്യത്തിനകത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്നുള്ള ഇവിടുത്തെ വിദ്യാർത്ഥി സഹാക്കളെല്ലാം തന്നെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം തന്നെ മാറുന്ന നിലയിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അന്നേരം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്നുള്ളത് NTA പിരിച്ചുവിടുക, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു, NTA പിരിച്ചുവിട്ടിട്ടില്ല. നമ്മളിങ്ങനെ സമരങ്ങളെല്ലാം കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇന്നലെ ഇതാ രാത്രിയിൽ ഒരു വാർത്ത വരികയാണ്, NTAയുടെ പ്രസ് കുറിപ്പ് വരികയാണ്, പത്രക്കുറിപ്പ് വരികയാണ്. അതിനകത്ത് പറയുകയാണ് 3 വിഷയങ്ങൾ ഇതാ NTA നടത്തിയിട്ടുള്ള നെറ്റ് വിഷയം 3 വിഷയങ്ങൾ ഇതാ നമ്മൾ റദ്ദ് ചെയ്തിരിക്കുന്നു. സോഷ്യോളജി ഇതാ നമ്മൾ റദ്ദ് ചെയ്തിരിക്കുന്നു, കൊമേഴ്സ് ഇതാ നമ്മൾ റദ്ദ് ചെയ്തിരിക്കുന്നു, ഇംഗ്ലീഷ് ഇതാ നമ്മൾ റദ്ദ് ചെയ്തിരിക്കുന്നു. ഈ രാജ്യത്തിനകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരീക്ഷയാണ് നെറ്റ് എന്നുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടി, JRF നേടാൻ വേണ്ടി, PhDക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ പരീക്ഷ എഴുതുകയും അങ്ങനെ രാപ്പകലില്ലാതെ പഠിച്ചുകൊണ്ട്, നമുക്കറിയാം ഏറ്റവും കഠിനമായിട്ടുള്ള പരീക്ഷകളിലൊന്നാണ് നെറ്റ് എന്നുള്ളത്. ആ പരീക്ഷകളെല്ലാം തന്നെ രാപ്പകലിൽ ഊണുമുറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് എഴുതിയ വിദ്യാർത്ഥികളോട് നിങ്ങൾ പഠിച്ച പരീക്ഷ ഏതാ, നിങ്ങൾ പഠിച്ചെഴുതിയ പരീക്ഷ ഏതാ, നമ്മൾ റദ്ദ് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ഇതാ റദ്ദ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് നമ്മൾ വീണ്ടും ഇതാ പരീക്ഷ വെക്കാൻ വേണ്ടി പോവാണ്. സെപ്റ്റംബർ മാസത്തിൽ ഇതാ 2 പരീക്ഷകൾ 3 പരീക്ഷകൾ നടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഒരുപാട് പരാതി ലഭിച്ചുള്ളത്. ആ പരാതികളെല്ലാം തന്നെ കാണാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നമ്മൾ രൂപീകരിച്ചു. അങ്ങനെയാണ് ഈ പരീക്ഷകളെല്ലാം തന്നെ റദ്ദ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായത് എന്ന് NTAയുടെ തലവൻ ഇവിടുത്തെ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക്, വലിയ സമരത്തിലേക്ക് പോയതിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഈ രാജ്യത്തിനകത്ത് 22 വിദ്യാർത്ഥികൾ ഇതാ ജീവൻ വെടിഞ്ഞിരിക്കുകയാണ് നീറ്റ് പരീക്ഷയുടെ ഭാഗമായി. നീറ്റ് പരീക്ഷ റദ്ദായതിന്റെ പേരിൽ ഇതാ 22 സഖാക്കളുടെ, 22 വിദ്യാർത്ഥികളുടെ ജീവൻ വെടിയുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ആ സമയത്ത് കൃത്യമായി സമരമേറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ വേണ്ടി ഊർജം കാണിച്ച, അതിനുവേണ്ടിയുള്ള നിശ്ചയദാർഢ്യം കാണിച്ച സംഘടനയുടെ പേരാണ് SFI. ആ SFI ആണ് ഇന്ന് വീണ്ടും രാജ്യത്തിനകത്ത് വലിയ സമരവുമായി കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. നെറ്റ് പരീക്ഷ നടന്നതിന് ശേഷം തന്നെ വലിയ ക്രമക്കേടുകൾ അതിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ ക്രമക്കേട് കാണുകയാണ്. സോഷ്യോളജിയുടെ ഭാഗമായി കൊണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഇതാ തെറ്റായി കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിക്കൊണ്ട്, അക്ഷരപിശകുകളെല്ലാം തന്നെ നെറ്റ് പരീക്ഷയുടെ ഭാഗമായി കൊണ്ട് കടന്നു വരികയാണ്. ഇംഗ്ലീഷ് ചോദ്യ പേപ്പർ നോക്കുകയാണെങ്കിൽ 2024 നടന്നിട്ടുള്ള നെറ്റ് പരീക്ഷയുടെ 68 ചോദ്യങ്ങൾ ഇതാ തുടർച്ചയായിക്കൊണ്ട് ഈ വർഷത്തെ ജൂൺ മാസത്തെ നെറ്റ് പരീക്ഷക്കകത്തും കാണാൻ വേണ്ടി സാധിക്കും. ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ എന്നുള്ളത്, ആ പരീക്ഷയുടെ പാറ്റേണുകൾ എന്നുള്ളത് അതുപോലെ തന്നെയാണ് 2024 എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അതിന് അതുപോലെ തന്നെ വരുന്ന നിലയിലേക്കാണ് ചോദ്യ പേപ്പറുകൾ മാറിയിട്ടുള്ളത്. എങ്ങനെയാണോ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ആ ഓപ്ഷനുകൾ അതേ നിലയിലേക്ക് മാറുന്ന നിലയിലേക്കാണ് നെറ്റ് പരീക്ഷയുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ വിദ്യാർത്ഥികളെല്ലാം തന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന നിലയിലേക്ക് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനകത്ത് എങ്ങനെയാണോ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടി പറ്റുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിനകത്ത് ഭരണത്തിലേറിയ സമയം തൊട്ട് ഇവരിത അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ് RSSന്റെ രാഷ്ട്രീയം. ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ്. അങ്ങനെ ചെറുപ്പത്തിലെ കുട്ടികൾക്കിടയിലേക്ക്, വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാവ്യവൽക്കരണം ഉൾപ്പെടെ അവരുടെ അജണ്ടകളെല്ലാം തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ പിടിപ്പത് പണികളെല്ലാം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തൊട്ട് SFI എന്നുള്ള സംഘടന ഇവിടെ വലിയ പ്രതിഷേധത്തിലാണ്, പ്രതിരോധത്തിലാണ്. ഇങ്ങനെയെല്ലാം തന്നെ തീർത്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്, ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ രാജിവെച്ച് പുറത്തു പോകുന്ന സമയത്ത് വീണ്ടും ഇതാ നെറ്റ് പരീക്ഷ എന്നുള്ളത് ഇല്ലാതാക്കാൻ വേണ്ടി അത് റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് മാറുകയാണ്. അടുത്ത വർഷം നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ഈ വരാൻ വേണ്ടി പോകുന്ന ഡിസംബർ മാസത്തെ നെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ എങ്ങനെയാണ് ഇത് പരീക്ഷ എഴുതാൻ വേണ്ടി അഭിമുഖീകരിക്കുക, അവർക്ക് എന്തൊക്കെ മാനസിക പ്രയാസങ്ങളാണ് ഉണ്ടാവുന്നത്, ഈ റദ്ദ് ചെയ്ത പരീക്ഷകൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് എന്തൊക്കെ മാനസിക പ്രയാസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അത്രയേറെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയിട്ടുള്ള പരീക്ഷകളെല്ലാം റദ്ദ് ചെയ്ത നിലയിലേക്ക് നിങ്ങൾക്ക് തോന്നിയ പോലെയാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് തിരുത്താൻ വേണ്ടി
ഈ നാട്ടിനകത്ത് കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത്, കേരളത്തിനകത്ത് സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത്, അത് BJPക്കെതിരെ RSSനെതിരെ സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് പൊള്ളുന്നത് ഇവിടുത്തെ കേരള സർക്കാരിനാണ്, VD സതീശനാണ്. ഇന്നിതാ കണ്ണൂര് ക്യാമ്പസിനകത്ത്, പാലയാട് ക്യാമ്പസിനകത്ത് SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഒരു പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട്, ഷീ ഫെസ്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് കടന്നു ചെല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന് അനുവാദം നൽകാത്ത നിലയിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ DC മാറുകയാണ്. നമ്മളെങ്ങനെ നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ പരിപാടി അവിടെ നടത്തുമെന്നുള്ളത് SFI ആ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ RSSനെതിരെ സമരം ചെയ്യുന്ന സമയത്ത്, BJPക്കെതിരെ സമരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൊള്ളുന്നതെന്നുള്ള കൃത്യമായ ധാരണ നമുക്കറിയാം. മുണ്ടെടുത്ത മോദിയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് കാവ്യവൽക്കരണം നടത്താൻ വേണ്ടി, വിദ്യാഭ്യാസ മേഖലയെ ആകെ തച്ചു തകർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെതിരെ കൃത്യമായ സമരങ്ങളുമായിക്കൊണ്ട് ഇനിയും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതാണ് സൂചിപ്പിക്കാൻ വേണ്ടത്. NTA പിരിച്ചുവിടുന്നത് വരെ SFI ഈ രാജ്യത്തിനകത്ത് സമരങ്ങളുമായിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.